അങ്ങോട്ട് എടുത്തിട്ട് മുമ്പോട്ട് കോട്ടയം ആകട്ടെ. എന്നാലും ഇപ്പം ഇത് പണിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇങ്ങനെ നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു? ബോഡി വണ്ടിയാണ്, ബോഡി വണ്ടിയാണ്. എന്ന് വെച്ചാൽ കവർ ബോഡി വണ്ടിയാണ്. ഇത് മുമ്പ് സാധാ വണ്ടിക്കകത്ത് തന്നെ നമ്മുടെ ഗ്രില്ല് പൊട്ടി അടിയായിരുന്നു. പക്ഷെ അത് പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ അവർ മറ്റേ ഇത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണം, മൂടിയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവർ വഴക്ക് പറയും. അങ്ങനെ അതിന് ഈ ബോഡി വണ്ടിയാണ്. ഇതിനകത്ത് ഈ ഗർഭിണികളായിട്ടുള്ളവർ പശുക്കളെ അത് ഇതിനെല്ലാം കൊണ്ടുവരില്ല. നമുക്ക് ഗർഭിണിയുടെ പശുവിൻ്റെ ഓട്ടോ ആവില്ലേ? സേഫ്റ്റിയാ. ദൂരെ എന്ന് പറഞ്ഞാൽ അധികം ദൂരം ഇല്ല. അവിടെ കൊല്ലം ജില്ലയ്ക്കകത്തുള്ള ഓട്ടോ ഷെഡിലോട്ടോ കൂടുതൽ. ഷെഡിലാണ് കൊച്ചോട്ടം. ഈ വണ്ടി അതല്ലേ ഈ ടാറ്റ കേസ് ആയത്. കിലോമീറ്ററിന് എത്ര രൂപ വെച്ചാൽ വാങ്ങിക്കുന്നത്? ഇതങ്ങനെയല്ല, നമ്മൾ ഷെഡിലനുസരിച്ച് ഇത്ര രൂപ. ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകുന്നതിന് ഈ ഒരു എമൗണ്ട് അങ്ങനെ വാങ്ങിക്കുന്നത്? കിലോമീറ്റർ ചാർജല്ല. നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്ന വെച്ചാൽ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഉള്ള ഗിയറിലാണ്. അപ്പോൾ അതനുസരിച്ച് മേടിക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ള വണ്ടിയാണെങ്കിൽ അടിച്ചു കയറി പോവല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാം പോകാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് പൈസ മേടിക്കാൻ പറ്റും. വളമൊക്കെ എത്തിയാൽ ആത്താൻ പറ്റത്തില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. 10,70,000 50,000 രൂപയൊക്കെ പശുവിനെ നമ്മളെ തന്നുവിടുന്നത്. നമ്മളെ തന്നുവിടത്തേ ഉള്ളൂ. നമ്മൾ സുരക്ഷിതമായിട്ട് അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട്? 28 വർഷം. 28 വർഷമായിട്ട് ഈ ഒരു ജോലി തന്നെ. ഈ വണ്ടി ഇപ്പോൾ എടുത്ത് ഇങ്ങനെ ചെയ്യാൻ? വണ്ടി നമ്മളെടുത്തിട്ട് ഇപ്പോൾ 5-6 കൊല്ലമായി. 6 കൊല്ലമായി ഈ ഒരു സെറ്റപ്പിൽ? ഇല്ല, ഈ വണ്ടി ഇപ്പോൾ അടുത്ത സമയത്ത് എടുത്തതാണ്. 2 കൊല്ലമായതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ സാധാ വണ്ടിയായിരുന്നു. അതിന് ഇതൊക്കെ MVD വെഹിക്കിൾ എന്നൊക്കെ പിടിച്ചായിരുന്നു. അവർ പറഞ്ഞു ഇതൊക്കെ മറ്റേ പശുവിനെ കൊണ്ടെങ്കിൽ ബോഡി വണ്ടി എടുത്തിട്ട് കൊണ്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതിന് സാധാ ഓപ്പൺ ബോഡി എന്നുള്ള ബുക്കിനകത്ത് RC ബുക്കിനകത്ത് കിടക്കും. നമുക്ക് പൊക്കി അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ വണ്ടി എടുത്തു. അത് മഴയായാലും വെയിലായാലും സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാം. പശു അതിനകത്തൊന്നും ചലിക്കത്തില്ല? ഇല്ല, നമുക്ക് മറ്റേ തടിക്കന്നാരുടെ ഓട്ടമൊന്നും ചന്ത ഓട്ടവും ഇല്ല. നമുക്ക് കുടികളെ ഇതൊക്കെ വീട്ടുകളിൽ നിന്നുള്ള ഓട്ടം അത്യാവശ്യമുണ്ട്. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. പക്ഷേ അറിയപ്പെടുന്നത് ബോസ് മെമ്പർ എന്നാണ്. ഞാൻ ഈ വാർഡിലെ മെമ്പറും തന്നെ ആയിരുന്നു. കാർഷിക ഇതിൻ്റെ മേഖലയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കൃഷിയും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളും ചവറ ഗ്രാമപഞ്ചായത്തിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നടക്കുകയും ചവറ നമ്മുടെ Q26 24D അഫ്കോഴ്സ് പുതുക്കാട് സഹകരണ സംഘത്തിൻ്റെ നേരത്തെ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ ഈ മേഖലയുമായി കൂടുതൽ അടുക്കാൻ കാര്യം എന്ന് പറയുന്നത് വലിയ അഴിമതിയില്ലാതെ പശുക്കളെ ഉത്തരവാദിത്വമായിട്ട് പശുക്കളെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എൻ്റെ ഉള്ളത്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ഇതേപോലുള്ള ആളുകൾക്ക് കൊടുക്കും. അതിന് പറ്റിയൊരു വണ്ടിയാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. വർഷങ്ങളായി 4-5 വർഷം കൊണ്ട് ഈ വണ്ടി എനിക്ക് സ്വന്തമായി ഇപ്പം നമ്മുടെ വണ്ടി പോലെ ഓടുകയാണ്. ഞാൻ ഈ പശുവിനെ വിശ്വസിച്ച് നമ്മൾ മേടിക്കുന്ന പാർട്ടിക്ക് കൊടുത്തിടും. അവരാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ പൈസ കൊടുത്ത് നമുക്ക് തിരിച്ചു വിടുന്നത്. ഉത്തരവാദിത്വമായിട്ട് ഈ പശു അവരവരുടെ വീട്ടിൽ ചെല്ലുകയും നമുക്ക് ന്യായമായ രീതിയിലുള്ള പൈസ വാങ്ങുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൂന്നൂരത്തുള്ള ഒരു പാർട്ടിക്കാണ് പശു ഇതിൽ നിൽക്കൊണ്ട് കൊടുത്തു. ആ പശുവിനെ കയറ്റുന്ന വീഡിയോ ആണ് നിങ്ങൾ എടുക്കുന്നത്. ആ പശുവും കുട്ടിയും കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 ലിറ്റർ പാലുള്ള ഒരു പശുവാണ്, ഇളംകുട്ടി പശുവാണ്. ഇതിനെ കൊടുത്തിരിക്കുന്നത് 40,000 രൂപയ്ക്കാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ഈ ചെയ്യുന്നത്. ഈ പശു ഇളംകുട്ടിയാണ്. ഇനി പാല് കൂടത്തേ ഉള്ളൂ. 7-8 ലിറ്റർ പാല് കറക്കാൻ കഴിയും. 10 ലിറ്റർ പാൽ വരെയുള്ള പശുക്കളെ 50,000 45,000 42 എന്നുവെച്ചാൽ ഒരു കാരണവശാലും കർഷകരെ സംബന്ധിച്ചോളം ഇപ്പോൾ കർഷകർ ഈ മേഖലയിൽ നിന്നും പിന്തിരിയുക. അവരങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഈ മേഖല ഒരു കുത്തഴിഞ്ഞ മേഖലയായിട്ട് പോകുന്നു. മിൽമായ്ക്ക് നമ്മൾ പാൽ കൊടുക്കുമ്പോൾ നമ്മൾ കർഷകരിൽ നിന്നും എടുക്കുന്ന പാൽ മാക്സിമം വന്നാൽ 40-45 രൂപ വിലയിട്ട് 60 രൂപയ്ക്ക് കർഷകർ കൊടുക്കുകയും അത് മിൽമായിൽ ചെന്നാൽ അവിടെ വില കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പാൽ നമുക്ക് ആവശ്യമുള്ള കേരളത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ മാറ്റി സർക്കാർ ഇതിനു വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെ മേഖലയിൽ ഇപ്പോൾ പറയാൻ.